വെൽക്കം ബാക്ക്. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കും കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ സുഖമായി പോകുന്നു. കുറച്ച് ദിവസത്തെ ചൂടിനും വെയിലിനൊക്കെ ശേഷം ഇന്നെന്തോ രാവിലെ കുറച്ച് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ചുറ്റുപാടും ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഈ കാണിക്കുന്നതൊക്കെ വെറും പ്രഹസനം മാത്രമാണ് കേട്ടോ. നമുക്ക് കുറച്ച് പരിപാടിയൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ. ഇക്കാടെ ഫാമിലീസിൻ്റെ ചെറിയൊരു ഗെറ്റ് ടുഗദറൊക്കെ ഉണ്ട്. അതായത് ഇക്കാടെ ഉപ്പാടെ ഉമ്മാടെ ആണ്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മക്കളും പേരക്കുട്ടികളും നാട്ടിലുള്ള ആൾക്കാരൊക്കെ കൂടി ഒന്ന് യോജിക്കുക, ഒന്ന് ഒത്തുചേർന്നിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. കുറേ ആൾക്കാരൊക്കെ ഫാമിലീസിലുള്ള കുറേ ആൾക്കാരൊക്കെ അബ്രോഡാണ്, പിന്നെ കുറേ ആൾക്കാർ നാട്ടിലുണ്ട്. അപ്പോൾ നാട്ടിലുള്ള ആൾക്കാരെല്ലാവരും കൂടി ഒരുമിച്ച് കൂടുക, അതാണ് ഉദ്ദേശം. അപ്പോൾ രാവിലെ ഉമ്മ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. അത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും കുഞ്ഞിപ്പാടെ വീട്ടിൽ വെച്ചിട്ടാണ്, ഉപ്പാടെ അനിയൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഒരുമിച്ച് കൂടുന്നത്. അവിടെയാണ് തറവാട് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് എല്ലാവരും ഒരുമിച്ച് കൂടുന്നത്. പിന്നെ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ വീഡിയോ. അതിനുള്ള ടൈമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഉമ്മ രാവിലെ തന്നെ അതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ. ഞാൻ പറ്റുകയാണെച്ചെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഒരിക്കൽ ഉമ്മയോട് പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിപ്പിക്കുമ്പോൾ അപ്പോൾ ഞാൻ റെസിപ്പി എങ്ങാനും എടുത്തിട്ട് വീഡിയോ ഇടുന്നുണ്ട്. ഞങ്ങളുടെ ഡ്രസ്സിങ്ങും ഒരുക്കൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ്. വണ്ടി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സമയത്ത് യാസിലിൻ്റെ കുറച്ച് തമാശകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇറങ്ങാൻ നമ്മൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആകെ ടെൻഷനാണ്. ബാഗ് എടുത്തില്ലേ, കവർ എടുത്തില്ലേ, ബേബീനെ എടുത്തില്ലേ, ഉമ്മ പോരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻഷനും കാര്യങ്ങളും ധൃതിയൊക്കെയാണ് അവനക്ക്. ടാറ്റന്നെ ഈ കുട്ടിക്ക് ടെൻഷനാണ്. ഉമ്മ വേണം, ബേബി വേണം, സാധനങ്ങൾ എടുക്കണം. ഇതന്നെ അവിടെയും ഞാൻ ഡെലിവറിയൊക്കെ കഴിഞ്ഞ് വീട്ടിലായിരുന്നല്ലോ. അത് കാരണം കുറച്ചായി ഇവരിനൊക്കെ കണ്ടിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെയാണ്, വിശേഷങ്ങളൊക്കെ പങ്കുവെക്കുകയാണ്. കുറച്ച് ആൾക്കാരും കൂടി വരാനുണ്ട് കേട്ടോ. അവർ ലേറ്റായി, അവരെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഇത് ഞങ്ങൾ ഈത്തപ്പഴം നന്നാക്കുകയാണ് കേട്ടോ. അതായത് അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞ് വെക്കുകയാണ്. അത് അതിൻ്റെ ഉള്ളിൽ തേങ്ങ നിറച്ചിട്ട് മൈദയിലിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു ചീരണിയായിട്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം ഇത് ഇക്കാടെ അമ്മായിയുടെ മോളാണ് കേട്ടോ. അപ്പം ഞങ്ങൾ എന്തൊക്കെയോ പറഞ്ഞിരുന്ന് ചിരിച്ചിട്ടൊക്കെയാണ് ഈ പണി ചെയ്യുന്നത്. എല്ലാവരും കൂടി കൂടിയാൽ നല്ല രസമാണ് കേട്ടോ. നല്ല തമാശകളൊക്കെ പറഞ്ഞിട്ട് സമയം പോണത് അറിയില്ല. ഉച്ച കഴിഞ്ഞിട്ടാണ് മൗലൂദ്. നമ്മൾ പറഞ്ഞില്ലേ ഉപ്പുമ്മയുടെ ആണ്ടാണ്. അപ്പം അതിനുള്ള പ്രാർത്ഥന ഉച്ച കഴിഞ്ഞിട്ടാണ്. ഇതിപ്പോൾ ഫുഡടി തുടങ്ങിയിട്ടുണ്ട്. ഫുഡൊക്കെ പിന്നെ ഏൽപ്പിച്ചതാണ് കേട്ടോ. ചിക്കൻ ബിരിയാണിയും പിന്നെ ബീഫൊക്കെ ഇവിടെ ഉണ്ടാക്കിയതാണ്. പിന്നെ കുറേ എന്താ പറയുക, പച്ചക്കറി, കുറച്ച് അൽക്കുലത്ത് കറികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വീട്ടിലുണ്ടാക്കിയതാണ്. ഇത് ചക്കയുടെ പായസമാണ് കേട്ടോ. ഇത് അമ്മായി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പഴച്ചക്ക വെച്ചിട്ടാണ്. അതിൻ്റെ റെസിപ്പിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ദിവസം ട്രൈ ചെയ്യണം. പക്ഷേ ചക്ക ഒക്കെ കഴിഞ്ഞു തുടങ്ങി. അതിൽ സേമിയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അത് ചക്ക മാത്രം ഇട്ടിട്ടായിരുന്നു. ഇതിൽ സേമിയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെ നോക്കുമായിരുന്നു എന്തൊക്കെയാണ് ഇതിലുള്ളത്. ഇനിയിപ്പോൾ ഈത്തപ്പഴം പൊരിക്കുകയാണ് കേട്ടോ. ഈത്തപ്പഴത്തിൻ്റെ ഉള്ളിൽ തേങ്ങ നിറച്ചിട്ട്, അതിൻ്റെ ഉള്ളിലത്തെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളതിന് പകരം തേങ്ങ നിറച്ചിട്ട് മൈദയിൽ മുക്കിയിട്ടാണ് പൊരിക്കുന്നത്. അടിപൊളി ടേസ്റ്റാണത്. ഇനി തേങ്ങയുടെ ഉള്ളിൽ തേങ്ങയും പിന്നെ അതേപോലെ നട്ട്സ് എന്തെങ്കിലും നിറച്ചിട്ടാണെങ്കിലും അപ്പോൾ കുറച്ച് ഹെവിയാവും, അടിപൊളിയായിരിക്കും. ഇത് പിന്നെ തേങ്ങ മാത്രം നിറച്ചിട്ട് മുക്കി പൊരിക്കുകയാണ്. അങ്ങനെ മൗലൂദൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആ ഭാഗമൊന്നും പിന്നെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല കേട്ടോ, വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഒരു ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ കാണിച്ച് കൂട്ടുന്നതോ ഈ ചിരിച്ച് കൂട്ടുന്നതൊക്കെ ഫുൾ പ്രഹസനം മാത്രമാണ്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്നാൽ ഒരു വീഡിയോ എടുക്കാം, എല്ലാവരും ചിരിച്ചോളി എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെയൊക്കെ ചിരി കണ്ടാ പറയൂ അത് അഭിനയമാണ്. അമ്മ അതിൽ ചാളാക്കിയിട്ടുണ്ട്. ഫ്രെയിമിൽ ആരുമില്ല, ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച ആൾക്കാർ. വായോ കൈ പിടിക്കും, അങ്ങനെ കൈ പിടിക്കും. ഡീസൻ്റ് ആയിട്ട്
എല്ലാവരും ഇവിടെയാണല്ലോ. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അടുത്ത വീട്ടിലേക്കൊക്കെ പോവാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങിയേക്കാണ്. ഒന്ന് കറങ്ങിയടിച്ച് വരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതോടുകൂടി അവസാനിക്കുകയാണ്. പിന്നെ വേറെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ലേ. രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. ഇതൊരു ചെറിയൊരു വീഡിയോ മാത്രമാണ്. അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രം അടങ്ങിയിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ടാറ്റ.